Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. 2019 പ്രളയം നാശം വിതച്ച മുണ്ടേരി തണ്ടൻകല്ല് നഗറിലെ ഗോത്രവർഗ വിഭാഗക്കാരുടെ പുനരധിവാസം സാധ്യമായില്ല. തകർച്ചാ ഭീഷണി നേരിടുന്ന ഫാമിന്റെ ക്വാർട്ടേഴ്സുകളിൽ ആദിവാസികൾ നയിക്കുന്നത് ദുരിത ജീവിതം. മുണ്ടേരി വിത്തുകൃഷിത്തോട്ടത്തിന് പിറകിലായിരുന്ന തണ്ടൻകല്ല് നഗർ 5 വർഷം മുൻപത്തെ പ്രളയത്തിലാണ് വാസയോഗ്യമല്ലാതായത്. ഏറെക്കാലം മുണ്ടേരി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ തണ്ടൻകല്ലിലെ 24 കുടുംബങ്ങളെ സർക്കാർ ഇടപെട്ട് മുണ്ടേരി വിത്തുകൃഷിത്തോട്ടത്തിന്റെ ഒഴിഞ്ഞുകിടന്ന ക്വാർട്ടേഴ്സുകളിലേക്ക് മാറ്റി. ക്വാർട്ടേഴ്സുകൾ ചോർന്നൊലിച്ച് മെയിൻ സ്ലാബുകളിൽ നിന്ന് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ് തകർച്ചാ ഭീഷണി നേരിടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കെട്ടിടങ്ങൾക്ക് പിറകിൽ നിൽക്കുന്ന വലിയ മൺതിട്ടയും ഇവർക്ക് ഭീഷണിയാണ്. ഓരോ മഴക്കാലം എത്തുമ്പോഴും പട്ടികവർഗ വികസന വകുപ്പ് നൽകുന്ന ടാർപോളിൻ ഷീറ്റുകൾ കെട്ടിടങ്ങൾക്ക് മുകളിൽ വിരിച്ചാണ് ഇവർ ചോർച്ചയെ പ്രതിരോധിക്കുന്നത്. മിക്കവയുടെയും ജനലുകളും വാതിലുകളും തകർന്നു പോയി. സുരക്ഷയില്ലാതെയാണ് പ്രായപൂർത്തിയായ പെൺകുട്ടികളുമായി ഓരോ കുടുംബവും ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. പ്രളയത്തോടൊപ്പം രൂക്ഷമായ കാട്ടാന ശല്യവും കൂടിയായപ്പോഴാണ് ഇവർ പഴയ വാസസ്ഥലം ഉപേക്ഷിച്ചത്. മുണ്ടേരി ഫാമിന്റെ അധീനതയിലുള്ളതും എന്നാൽ നിലവിൽ കൃഷിക്ക് ഉപയോഗിക്കാത്തതുമായ അണ്ടിക്കുന്ന് വനമേഖലയിൽ തങ്ങൾക്ക് പുനരധിവാസം സാധ്യമാക്കണമെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതായി മൂപ്പൻ കുമ്മാതൻ പറഞ്ഞു. എന്നാൽ സർക്കാർ തലത്തിൽ ഒരു നടപടിയും ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരുട്ടുകുത്തിയിൽ സന്ദർശനം നടത്തിയ കൃഷിമന്ത്രി പി പ്രസാദിന് പോത്തുകല്ല് പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് സംബന്ധിച്ച് നിവേദനം നൽകിയിരുന്നു. വിവിധ വകുപ്പുകളുമായി കൂടിയാലോചിച്ച് നടപടി സ്വീകരിക്കാമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. സർക്കാരിന്റെ കനിവിനായി കാത്തിരിക്കുന്ന ഇവരുടെ ദുരിതത്തിന് എന്ന് അറുതിയാകും. ഈസ്റ്റ് ലൈവ്, എടക്കര.